അതായത് സുബോധ, ഈ നിയമത്തിന്റെ അന്തസത്തയെ തന്നെ ഓരോ ഭേദഗതികളും തന്നെ ഇപ്പോൾ കോടതിയിൽ വിമർശനം ഉന്നയിക്കുന്നു. അതിലെ ഭരണഘടനാ ലംഘനം കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുകയാണോ? അതെ, ദിവ്യ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇതിന്റെ ഒരു പ്രൊവിഷൻ എടുത്തുകൊണ്ട് തന്നെ അതിനെ ഒരു നിയമത്തിന് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് അല്ലെ ഇഴകീറി പരിശോധിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നിയമം സുപ്രീം കോടതിയിലെ കൃത്യമായ വാദം നടത്തിയാൽ നിലനിൽക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾക്കെല്ലാം മുനയൊടിയും എന്നുള്ളൊരു കാര്യം കപിൽ സിബൽ രാജ്യസഭയിൽ സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായി അക്കമിട്ട് നിരത്തി പറഞ്ഞതാണ്. പക്ഷേ കപിൽ സിബൽ അവിടെ ഒരു ഏകാംഗ അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധികം സംസാരിക്കാനായിട്ട് രാജ്യസഭയിൽ സമയം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അധ്യക്ഷൻ ഇടപെടുന്നതാണ് കണ്ടത്. പക്ഷേ ഇവിടെ കപിൽ സിബൽ മുതിർന്ന അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അക്കമിട്ട് നിരത്തി അദ്ദേഹത്തിന് എത്ര നേരം വേണേലും വാദിക്കുവാൻ ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുതിയ പോയിന്റുകൾ, ലോ പോയിന്റുകൾ കൃത്യമായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു മതത്തിന്റെയും അവകാശങ്ങളിൽ ഇടപെടാൻ പാർലമെന്റിന് അവകാശമില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാർലമെന്റിന് മറ്റു തരത്തിലുള്ള നിയമം പാസാക്കാം, പക്ഷേ എങ്കിലും മതത്തിന്റെ മത ആചരണത്തിന്റെ ഭാഗമായി ഈ കൃത്യമായി നിഷ്കർഷിക്കാനോ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് പാടില്ല എന്നുള്ളൊരു കാര്യം ഒരു കാരണവശാലും പറയാൻ പാർലമെന്റിന് അധികാരമില്ല. ആ തരത്തിലുള്ളൊരു അധികാരം ഭരണഘടന നൽകുന്നില്ല എന്ന് ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കപിൽ സിബൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇസ്ലാം മതത്തിന്റെ അവിഭാജ്യ ആചാരമാണ് വഖഫ് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള പോയിന്റ് കൂടി ഇപ്പോൾ കപിൽ സിബൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. വഖഫ് നൽകണമെങ്കിൽ 5 വർഷം മുസ്ലിം ആകുന്നത് എന്തിന് തെളിയിക്കണം എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ കപിൽ സിബൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ആ നിയമത്തിന്റെ ഈ നിയമ ഭേദഗതിയുടെ അന്തസത്തയുടെ അതിന്റെ കടക്കൽ തന്നെ വെട്ടിക്കൊണ്ടുള്ളതാണ് ഇപ്പോൾ കപിൽ സിബൽ പുതിയ ചോദ്യം സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം നേരത്തെ ഈ കപിൽ സിബലും NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ നിരന്തരം ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇതിനെല്ലാം കൃത്യമായി സർക്കാർ ഉത്തരം നൽകണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനൊന്നും ആ സമയത്ത് സർക്കാർ ഉത്തരം നൽകാതെ മറ്റു പല കാര്യങ്ങളിലൂടെ ഈ വഖഫ് സ്വത്ത് അന്യാധീനപ്പെടുകയാണ്. മാത്രമല്ല വഖഫ് ബോർഡുകളിലേക്ക് ചിലർ മാഫിയകൾ കടന്നു വരികയാണ്, ചില ഭൂമാഫിയ ആകുകയാണ്, ഏറ്റവും വലിയ സ്വത്തിന്റെ ഉടമ വഖഫാകുകയാണ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. മാത്രമല്ല മുനമ്പം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നേ തീരൂ എന്ന് തന്നെയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞെങ്കിൽ പോലും മുനമ്പത്ത് എത്തിയപ്പോൾ അക്കാര്യത്തിൽ ഒന്ന് അദ്ദേഹം മാറിയാണ് സഞ്ചരിച്ചത്. പക്ഷേ പാർലമെന്റിൽ നിയമം പാസാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കൃത്യമായി എടുത്തു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണ് തെളിയിക്കുന്നത്? ഈ പുതിയ വ്യവസ്ഥകളിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിലാണ് ഇപ്പോൾ മതത്തിന്റെ ഒരു ഇടപെടാനായിട്ട് പാർലമെന്റിന് അവകാശമില്ല. അതായത് പാർലമെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം അക്കമിട്ട് സ്ഥാപിക്കുകയാണ് ഇപ്പോൾ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുമോദ, കോടതിയിൽ ഹർജികൾ നൽകിയ ഓരോരുത്തരുടെയും വാദം തന്നെ കോടതി കേൾക്കാനിടയുണ്ടോ? അതോ എല്ലാ ഹർജികളും ഒറ്റ ഹർജിയായിട്ടായിരിക്കുമോ പരിഗണിക്കുക? ഇപ്പോൾ സാധാരണ കോടതിയിൽ അത് ആദ്യം ഈ 73 ഹർജികളാണ് ഇന്ന് പരിഗണനയ്ക്കുള്ളത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ധാരാളം ഹർജികൾ വേറെയും പരിഗണനയ്ക്ക് വന്നിരുന്നു. 126 ഹർജികളാണ് ഇതുവരെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ 10-11 തീയതികളിൽ അതിനു മുമ്പ് ഹർജി ഫയൽ ചെയ്ത ഹർജികളാണ് പ്രധാനമായും ഇപ്പോൾ വാദത്തിനെടുക്കുന്നത്. അതായത് ഈ നിയമം പാസാക്കുന്നതിന് മുമ്പ് തന്നെ പലരും ബില്ലായിരുന്ന സമയത്ത് തന്നെ, അതായത് ഇത് നിയമമാകുന്നതിന് മുമ്പ് തന്നെ ബില്ലായിരുന്ന സമയത്ത് തന്നെയാണ് ഉവൈസി അടക്കമുള്ളവർ സുപ്രീം കോടതിയിലേക്ക് ഈ ബില്ല് മരവിപ്പിക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് പോയത്. പക്ഷേ ബില്ല് സമ്മേളനത്തിൽ തന്നെ പാസാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. പലരും ബില്ല് വന്നതിന് ശേഷം അതിന്റെ ഒരു അന്തസത്ത എന്താണെന്നുള്ള അതിന്റെ വ്യവസ്ഥകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കാം എന്നായിരുന്നു മുസ്ലിം ലീഗ് കരുതിയിരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഡൽഹിയിൽ വന്ന് കപിൽ സിബലിനെ കാണുകയും ഏതൊക്കെ തരത്തിലുള്ള ഒരു നിയമമാണ്, നിയമത്തിന്റെ വ്യവസ്ഥകളാണ് ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം വിശദമായ ചർച്ച നടത്തിയിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ പലരും ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഭരണഘടനയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹർജി, ഈ തരത്തിലുള്ള ഒരു നിയമമാണ് ഇത് പാസ്സാക്കുന്നത്, അത് തടയണം എന്നുള്ളൊരു ആവശ്യപ്പെട്ടുള്ള ഹർജികളായിരുന്നു പ്രധാനമായി സമർപ്പിച്ചിരുന്നത്. ഈ ഹർജികളാണ് ഇപ്പോൾ വാദത്തിലെത്തിയിരിക്കുന്നത്.